ഇന്ന് റിവ്യൂ ചെയ്യുന്നത് HP Omen 17 ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. HPയുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ക്ലാസിക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് HPയുടെ നൽകിയിരിക്കുന്നത്. ലാപ്ടോപ്പിന്റെ നടുക്കായി ഒമന്റെ ഒരു റിഫ്ലക്റ്റീവ് ലോഗോ വരുന്നുണ്ട്. വളരെ സട്ടിൽ ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഡിസൈനാണ് HP ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർമൽ ലാപ്ടോപ്പുകളേക്കാൾ കുറച്ച് ഹെവിയാണ്. 2.74 kg ആണ് ഈ ലാപ്ടോപ്പിന്റെ ഭാരം. ഇത്രയും ഫീച്ചേഴ്സ് വരുമ്പോൾ ഓബിയസ്ലി വെയിറ്റ് ഉണ്ടാകും. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ അത് ആക്സെപ്റ്റബിൾ ആണ്. ലെഫ്റ്റ് സൈഡിൽ ചാർജിംഗ് പോർട്ട്, Ethernet LAN പോർട്ട്, USB Type A, മിനി ഡിസ്പ്ലേ പോർട്ട്, HDMI 2.1 പോർട്ട്. ഇതുവഴി നമുക്ക് 4K അല്ലെങ്കിൽ 8K ഔട്ട്പുട്ട് വരെ എടുക്കാൻ സാധിക്കും. തണ്ടർബോൾട്ട് 4 പോർട്ടും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫുൾ സൈസ്ഡ് SD കാർഡ് റീഡർ കൂടി വരുന്നുണ്ട്. യൂഷ്വലി ഒരു ഗെയിമറിന് SD കാർഡിൻ്റെ ആവശ്യം വരാറില്ല, കാരണം നമ്മൾ ഗെയിംസ് ഡൗൺലോഡ് ആയിരിക്കും ചെയ്യുന്നത്. എന്നാലും എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 3.5-ന്റെ ഹെഡ്ഫോൺ പോർട്ടാണ് ഇതിൽ വരുന്നത്. റൈറ്റ് സൈഡിലും 2 USB Type A പോർട്ടുകൾ വരുന്നുണ്ട്. RGB ബാക്ക്ലിറ്റ് ആൻറ്റി ഗോസ്റ്റിംഗ് കീബോർഡാണ് HP ഇതിൽ നൽകിയിരിക്കുന്നത്. ആൻറ്റി ഗോസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കീസ് ഒരുമിച്ച് പ്രസ് ആയാലും സ്റ്റക്ക് ആവുകയോ റോങ് കീ ഇൻപുട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കീബോർഡും ഇതിൽ വരുന്നുണ്ട്. സോ നോർമൽ കീബോർഡുകളേക്കാൾ റെസ്പോൺസ് ടൈം ഒക്കെ കൂടുതലായിരിക്കും. ഓൺലൈൻ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ റെസ്പോൺസ് ടൈം കൂടുതലുള്ളത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പ്രീവിയസ് മോഡൽസിനെ പോലെ അല്ല, കുറച്ച് ക്ലിക്കബിൾ കീസ് ആണ് ഇതിൽ വരുന്നത്. സോ എക്സ്റ്റേണൽ കീബോർഡ് ഇല്ലേലും ഗെയിമിംഗ് ഒക്കെ നമുക്ക് സ്മൂത്ത് ആയി നടക്കും. എന്നാലും എക്സ്റ്റേണൽ ഒരു കീബോർഡ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കീബോർഡിലെ RGB ലൈറ്റിംഗ് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. ഒമൻ ഗെയിമിംഗ് ഹബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കീ ഇവിടെ നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിയൊരു ട്രാക്ക് പാഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. സ്വൈപ്പ് പാറ്റേൺസ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ക്ലിക്സ് ഒക്കെ സ്മൂത്ത് ആണ്. തീർച്ചയായും നല്ലൊരു ട്രാക്ക് പാഡ് തന്നെയാണ് HP പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡിസ്പ്ലേ. 17.3 ഇഞ്ചിന്റെ ക്വാഡ് HD IPS ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 2560x1440 ആണ് ഇതിന്റെ റെസൊല്യൂഷൻ വിത്ത് 300 നിറ്റ് ബ്രൈറ്റ്നസ്. ഇൻഡോർ യൂസിനൊക്കെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 100% sRGB സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേയും കൂടിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. സോ റീഫ്രഷ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. HP ഈ വേർഷനിൽ 240 Hz റീഫ്രഷ് റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് 165 Hz നിന്നൊരു ഹ്യൂജ് ബമ്പാണ് ലേറ്റസ്റ്റ് വേർഷനിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. നോർമൽ സിംഗിൾ പ്ലെയർ ക്യാമ്പയിൻ ഗെയിംസ് ഒക്കെ കളിക്കാൻ നമുക്ക് 165 Hz തന്നെ ധാരാളമായിരിക്കും. പക്ഷേ വാലറന്റ്, PUBG പോലുള്ള കോമ്പറ്റേറ്റീവ് ഓൺലൈൻ FPS ഗെയിംസ് ഒക്കെ കളിക്കാൻ 240 Hz ഉള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ മോണ്ടറിൽ ഒരു മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേയും HP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ റിഫ്ലക്ഷൻസോ ഗ്ലെയേഴ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് ഗെയിംസ് ഒക്കെ കളിക്കും. നമ്മുടെ ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഐ സേഫ് സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 720p HD റെസൊല്യൂഷനുള്ള ഡീസൻ്റ് ആയൊരു വെബ് ക്യാം ആണ് ഇതിൽ വരുന്നത്. ഓൺലൈൻ ഗെയിമിംഗ് ഓർ ഓൺലൈൻ ക്ലാസ്, മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇത് ധാരാളമാണ്. പിന്നെ ബാങ് ആൻഡ് ഒലിഫ്സൻ്റെ ഡുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡുവൽ സ്പീക്കേഴ്സ് ആണെങ്കിലും അങ്ങനെ ഭയങ്കരമായ ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് അല്ല, നല്ല ഓഡിയോ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരാകും കൂടുതൽ. പക്ഷേ നല്ല ഫീൽ നൽകുന്ന സ്പീക്കർ ഉള്ളതിനാൽ ചില സാഹചര്യങ്ങൾ ഹെഡ്സെറ്റ് വേണ്ട എന്നവരെ നമുക്ക് തോന്നിപ്പോവും. പാട്ട് കേൾക്കാനും മൂവി കാണാനും എല്ലാം നല്ല എക്സ്പീരിയൻസ് ഈ സ്പീക്കർ നൽകുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പ്രൈമറി ഫാക്ടർ നോക്കാം. ഓബിയസ്ലി അത് ലാപ്ടോപ്പിന്റെ ഇന്റേണൽസ് ആണ്.
ഇന്റലിന്റെ 13th ജനറേഷൻ ഇന്റൽ കോർ i9-13900HX പ്രോസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 24 കോർസ് 32 ത്രെഡ്സ് പ്രോസസ്സർ CPU ആണ് വരുന്നത്. i9 13th ജെൻ എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റലിന്റെ പ്രോസസ്സറാണ്. ഗ്രാഫിക്സ് കാർഡ് നോക്കിയാൽ Nvidia GeForce 40 സീരീസിൽ വരുന്ന RTX 4080 12GB DDR6 VRAM ഉള്ള GPU ആണ് വരുന്നത്. ഗെയിമിംഗ് പെർഫോമൻസിൽ ഏറ്റവും ടോപ്പ് ഫീച്ചേഴ്സ് ആണ് HP ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1 TB സ്റ്റോറേജ് സ്പേസ് ഉള്ള Gen 4 SSD ആണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും നല്ല ഫാസ്റ്റ് SSD ആണ്. ലാപ്ടോപ്പ് ബൂട്ട് ടൈം ആണെങ്കിലും ഗെയിം ഓപ്പണിംഗ് ടൈം എല്ലാം നല്ല ഹൈ സ്പീഡിൽ തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. 32GB ഡ്യുവൽ ചാനൽ റാമും ഇതിൽ വരുന്നുണ്ട്. അത് അപ്ഗ്രേഡബിൾ ആണ്. Wi-Fi 6E കണക്ടിവിറ്റി സപ്പോർട്ട് വരുന്നുണ്ട്. സോ തീർച്ചയായും ലോ ലാറ്റൻസിയിൽ നെറ്റ്വർക്ക് ബഫറിംഗ് ഒന്നുമില്ലാതെ തന്നെ ഓൺലൈൻ ഗെയിംസ് കളിക്കാം. 83 Wh ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിൽ വരുന്നത്. പ്ലഗ്ഡ് ഇൻ അല്ലെങ്കിൽ നമുക്കൊരു 2.5 hours ആണ് ഗെയിം കളിക്കാൻ കഴിയുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുമ്പോൾ ഓബിയസ്ലി പ്ലഗ്ഡ് ഇൻ അല്ലെങ്കിൽ ഒരുപാട് നേരം ഗെയിം കളിക്കുക പ്രയാസമാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ചാർജിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നോർമൽ യൂസേജ് ആണെങ്കിൽ 4 to 5 hours ഒക്കെ ഈസി ആയിട്ട് ബാക്കപ്പ് ലഭിക്കും. പിന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. ഓബിയസ്ലി ഹീറ്റിംഗ് കാണും. സോ ഹീറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് Omen ടെമ്പസ്റ്റ് കൂളിംഗ് ടെക്നോളജി HP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് HP ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2,69,990 രൂപയാണ് ഈ ലാപ്ടോപ്പിന്റെ പ്രൈസ്. ഒരു ഹൈ പെർഫോമൻസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് HP Omen 17. ഒരു ഡെസ്ക്ടോപ്പ് PCയുമായി ഈസിലി കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയ സിസ്റ്റമാണ് HP ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ, പ്രോസസ്സർ, ഗ്രാഫിക്സ് കാർഡ് എല്ലാം ഏറ്റവും ടോപ്പ് ഫീച്ചേഴ്സ് തന്നെയാണ് HP പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഗെയിംസ് ആണെങ്കിലും ഇനിയിപ്പോൾ നെക്സ്റ്റ് 2 or 3 ജനറേഷൻ ഇറങ്ങാൻ പോകുന്ന ഗെയിംസ് ആയാലും ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരു ലാപ്ടോപ്പാണിത്. സോ ഈ ഇടക്കാലത്തൊന്നും ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകുമെന്ന് ആരും കരുതണ്ട. നൽകിയിരിക്കുന്ന പ്രൈസിന് വർത്ത് ഇറ്റ് ആയ ലാപ്ടോപ്പ് തന്നെയാണ് HP Omen 7.